കൊല്ലം ബീച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊല്ലം ബീച്ച് കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ സ്വറാത്താടെ ഭയങ്കര വലിയ കട്ട ഫാൻസ് ആണ്. നിങ്ങൾ എല്ലാവരും സ്വറാത്താടെ വ്ലോഗ്സ് ഫോളോ ചെയ്യണം. ഓക്കെ, ശരി. മോർണിംഗ് ഒരു 5:30 ആയപ്പോഴാണ് നമ്മൾ പുറപ്പെട്ടത്. 56th ഡെൻ്റൽ കോൺഫറൻസ് കാഡ്കോൺ 25 അറ്റൻഡ് ചെയ്യാനാണ് നമ്മൾ പോയത്. ആൻഡ് താങ്ക് യു കോളേജ് ഫോർ ഗിവിങ് അസ് സച്ച് ആൻ ഓപ്പർച്യൂണിറ്റി. ആൻഡ് നമ്മളെ ഗൈഡ് ചെയ്ത മെൻറ്റേഴ്സിനോടും സ്പെഷ്യൽ താങ്ക്സ്. ഇനി കാണുന്നത് നമ്മുടെ കുറേ ജൂനിയേഴ്സും ഇൻറ്റേൺസും എല്ലാവരും ഉണ്ട് ഈ ഫ്രെയിമിൽ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇവർക്കൊക്കെ ശരിക്കും ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കോൺഫറൻസിന് പോകാൻ പറ്റും ഒരു ദിവസം എന്ന്. വിചാരിച്ചു ഇൻഡിവിജ്വലി പോകേണ്ടി വരും. ബട്ട് കോളേജ് ബസ്സൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു എല്ലാവരും ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു പോകാൻ വേണ്ടിയിട്ടും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. എല്ലാവരും രാവിലെയൊക്കെ ആയ സമയത്ത് ടയേർഡ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, കുറേ പേരൊന്നും എഴുന്നേറ്റില്ല. പക്ഷെ കുറച്ച് പേരൊക്കെ അവിടെ എഴുന്നേറ്റ് പാട്ടൊക്കെ ഇട്ടപ്പോൾ ഒന്ന് ഓണായി. അഡോൺ പ്രത്യേകിച്ച് ഓണായി. നമുക്ക് ഇറങ്ങാനുള്ള ടൈമായിരുന്നു. ഒരു 8-8:30 ആയ സമയത്ത് അവിടെ എത്തി. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഫറൻസിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക്. അപ്പോൾ അതിന് മുന്നേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരു ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. എൻ്റെ ബാക്കിലും കുറേ പേര് വരുന്നുണ്ട്. ശന്തന, റെസ്ല, കീർത്തി ചേച്ചി, നവമി എല്ലാവരും. അവസാനം ഒരു ഹോട്ടലിൽ കയറി. എനിക്കാണെന്നുണ്ടെങ്കിൽ കഴിക്കാനേ തോന്നുന്നുണ്ടായില്ല. അപ്പോൾ സ്റ്റിൽ ഞാൻ 2 ഇഡ്ഡലി പറഞ്ഞു. ഭാഗ്യത്തിന് ഇഡ്ഡലി കുഴപ്പമുണ്ടായിരുന്നില്ല. ദോശ പറഞ്ഞ എല്ലാവരും മൂഞ്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റിൽ വിശപ്പിനെ സമാധാനിപ്പിക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, വൈകുന്നേരം വരെ നിൽക്കണ്ടേ, അപ്പോൾ കഴിച്ചിരിക്കണമല്ലോ. അതുകൊണ്ട് അവരെല്ലാവരും കഴിച്ചു. ആൻഡ് അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ അഞ്ജലിക്ക് വാഷ്റൂമിൽ പോകണമെന്നുണ്ടായിരുന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. ആൻഡ് കാഡ്കോണിൽ ഫ്രണ്ടിലുള്ള ഒരു പോർഷനാണ് ഈ കാണുന്നത്. എല്ലാവരും പ്രാക്ടീസാണ്. മീൻസ് കുറച്ച് നേരം ഒന്ന് പ്രാക്ടീസ് ചെയ്യണമല്ലോ. അപ്പോൾ അഞ്ജലി എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, ഒരു മരത്തണലുള്ള സ്ഥലം. ഞാൻ പ്രാക്ടീസിനൊന്നും നിന്നില്ല, വെറുതെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു. എല്ലാവരും ഭയങ്കര പ്രാക്ടീസ്. കാഡ്കോണിൽ നിന്ന് അവരൊരു ഫയലും നോട്ട് പാഡും പെന്നും സർട്ടിഫിക്കറ്റൊക്കെ തന്നു. നല്ലൊരു കോൺഫറൻസ് ആയിരുന്നു. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണിത്. ഇവിടെ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ അഭയ്, നമ്മുടെ സ്വന്തം അഭയ്. ഭാവി സിനിമാ താരമാണ്. ഭയങ്കര സ്വീറ്റാണ് അവൻ കേട്ടോ. കുറേ കോളേജിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ആളുണ്ടായിരുന്നു. ഇതാണ് രജിസ്ട്രേഷൻ കൗണ്ടർ. പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കുന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് തൊട്ടപ്പുറത്താണ് റിഫ്രഷ്മെൻറ്റിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് കുറച്ച് സ്നാക്സും പിന്നെ ജ്യൂസസൊക്കെ കിട്ടും. അവിടെ പോയിട്ട് ഒരു പഴംപൊരിയൊക്കെ വാങ്ങി. അത്ര വലിയ സുഖമൊന്നുമില്ല, കഴിക്കാം. പിന്നെ എല്ലാവരും ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. ദിസ് ഇസ് മൈ പാർട്ട്ണർ. എൻ്റെ ടോപ്പിക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിന് തൊട്ട് മുന്നേ കുറച്ച് നേരം പോയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു ബാക്കിലൊക്കെ. അങ്ങനെ ഓരോരുത്തരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ജൂനിയേഴ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് ആർദ്രയായി. പിന്നെ നമ്മുടെ ടേൺ ആയിരുന്നു. നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു, കുറച്ച് നെർവസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കഴിക്കാൻ വിചാരിച്ച് തൊട്ടടുത്തുള്ള നെയ്ല റെസ്റ്റോറൻറ്റിൽ പോയി. ഇവരെല്ലാവരും ഓൾറെഡി കഴിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു നല്ല ബിരിയാണിയാണ് അവിടെ, നിങ്ങൾ വാ ഇങ്ങോട്ട്. അങ്ങനെ നമ്മൾ അവിടേക്ക് കൊണ്ടുപോയി. ഞാൻ കിട്ടിയ ചാൻസിന് പോയിട്ട് 2-3 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു, സെൽഫായിട്ടുള്ള കുറച്ച്. ആൻഡ് നമ്മളവിടെ അവർ ഓർഡർ ചെയ്ത ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. ഞാൻ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല റെസ്റ്റോറൻ്റാണ്, നല്ല സർവീസാണ്, നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരിക, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരും ബിരിയാണി പറഞ്ഞതുകൊണ്ട് നമുക്കും ബിരിയാണി പറയാൻ ഞാൻ അക്സയോട് പറഞ്ഞു. അങ്ങനെ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നീലിനെ പറ്റിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത് ഞാൻ. നല്ല റെസ്റ്റോറൻ്റാണ്. ഈ ഭാഗത്തേക്കൊക്കെ കൊല്ലം, കരുനാഗപ്പള്ളി ആ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് കയറിക്കോ ധൈര്യമായിട്ട്. നല്ല സർവീസാണ് കേട്ടോ. ആൻഡ് ഇവർ ഫുഡൊക്കെ കൊണ്ടുവന്നു. ബിരിയാണി അത്യാവശ്യം നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. പൊതുവെ എനിക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ള ഫുഡൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ എന്താണാവോ ഇത് നല്ല ഭക്ഷണമായിരുന്നു. കാരണം ഒന്നാമത് മലപ്പുറം, കോഴിക്കോട് ആ ഭാഗത്തുനിന്ന് വരുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഭക്ഷണത്തിന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ. പക്ഷെ സ്റ്റിൽ ഇത് നല്ല ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. പക്ഷെ ഫ്ലേവറൊക്കെ ഉള്ള നല്ലൊരു ബിരിയാണി ആയിരുന്നു. കഴിക്കാൻ പറ്റി സന്തോഷത്തോടു കൂടി. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല സന്തോഷം കിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി താഴത്തോട്ട് വന്നപ്പോഴാണ് അവിടെ ഒരാൾ ചവച്ചിരിക്കുന്നുണ്ട്. മറ്റാരുമല്ല, അഞ്ജലി തന്നെ.
അഞ്ജലി അറിയുന്നില്ല വീഡിയോ എടുക്കുന്നത്. എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നാലും ഇവളെ കൊണ്ട് എന്നാണ് പറയല്. എന്നാൽ ഇനിവേ തിരിച്ചു പോകാൻ എല്ലാവരും അത്യാവശ്യം കഴിഞ്ഞു, അവരുടെയൊക്കെ പ്രോഗ്രാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു ഫോട്ടോ എടുക്കാം. നമ്മുടെ കൂടെ ഷാബിൽ സാറും ഉണ്ടായിരുന്നു. കുറേ പേര് ഫ്രെയിമേ ഇല്ല. നമ്മളെല്ലാവരും ബസ്സിൽ കയറി തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. പോകുന്ന ടൈമിലാണ് പറഞ്ഞത് ഇവിടെ തൊട്ടടുത്തൊരു ബീച്ചുണ്ട്, കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കാം. ഒരു വിധത്തിൽ നമ്മൾ ചോദിച്ച് സമ്മതിപ്പിച്ചു നമ്മുടെ ചെയർപേഴ്സൺ യാദവിനെ. കൃപ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്ന ബീച്ച് ഏതാണ്? ഞങ്ങൾ പറയുന്ന ബീച്ച് കോഴിക്കോട് ബീച്ചാണ്. കോഴിക്കോട് ബീച്ച് നോക്കൂല, കൊല്ലം ബീച്ചൊന്നും പറഞ്ഞപ്പോൾ ഞാനും യാദവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടുക്കിയിൽ ബീച്ച് പോലില്ല എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ യാദവ് പറയാണ്, നീ എൻ്റെ വ്ളോഗൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് ബസ് നിർത്തി. ആകാശത്തേക്ക് നോക്കി എന്ത് ഭംഗിയാണ്. അവൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങോട്ടൊക്കെ പോകാം, അവിടെയൊക്കെ കണ്ടിട്ട് വരാം. ഒരു 10-15 മിനിറ്റ് നിൽക്കാമെന്ന് വിചാരിച്ചത്. അശ്വതി ചേച്ചി, ക്രിസ്ത്യൻ ചേച്ചി, പിന്നെ കുറേ നല്ല ജൂനിയേഴ്സ് ഉണ്ട്, അഫ്രിൻ, അലീറ്റ, ആലിയ. ഈ വരുന്നത് ആലിയയും ആലിയാണ്. എന്താ ഒരു പറയാണ് മൈൻഡൊക്കെ ഉണ്ട്. ഇവരെ പോലെ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ജൂനിയേഴ്സ് ഉണ്ട്. ആൻഡ് കുറേ പേരറിയാത്ത ആളുകളും ഉണ്ട്. എല്ലാവരും കൂടി പോകുമ്പോൾ നമ്മളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെയൊക്കെ ഇവിടെ ഇറങ്ങാൻ പറ്റുന്നോ, കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ആക്കാൻ പറ്റുന്നോ. എല്ലാവരും കൂടെ ഒന്നും പ്രതീക്ഷിക്കാതെ, നമ്മൾ പറയില്ല എക്സ്പെക്റ്റ് ചെയ്യാതെ ചില ദിവസങ്ങൾ വരുന്നു. അതുപോലെ ഒരു ഡേ ഉണ്ട്. ആൻഡ് പ്രതി ചേച്ചി, അങ്ങനെ കുറേ പേരറിയാത്ത ജൂനിയേഴ്സും എല്ലാവരും അങ്ങനെ ഇറങ്ങി. നമുക്ക് ശരിക്കും ഒരു നല്ലൊരു ഡേ ആയിരുന്നു അന്നത്തെ ദിവസം. പിന്നെ ഈ കാണുന്നത് പിന്നെയും കൃപ ആൻഡ് എന്നെ പോലെ തന്നെ കുറേ സിബ്ലിങ്സ്. പിന്നെ അജയിനെ പറ്റി പറയണ്ടല്ലോ, അവൻ്റെ കുറേ മണ്ടത്തരങ്ങൾ. ഞാൻ ഇത്രയും കാലം കാണാത്തൊരു അജയിനെയാണ് കണ്ടത്. യാദവ് ഇത്രയും കാലം എന്ന് പറയുമ്പോൾ അവൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് ഒന്നും ഷൈ ആയിരുന്നു ക്യാമറൻ്റെ മുന്നിൽ. പക്ഷെ അവന് എൻ്റെ ക്യാമറ വാങ്ങി എന്തൊക്കെയോ വിളിച്ചു പറയായിരുന്നു. അവൻ എക്സ്ട്രാ എനർജറ്റൈസ്ഡ് ആയ മാത്രമായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ എല്ലാവരും കൂടി ഗ്യാദർ ചെയ്ത് ഒരു പിക്ചറൊക്കെ എടുക്കാം, വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാവരും അറേഞ്ച് ചെയ്ത് ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. നൈസായിരുന്നു. കുറച്ച് അങ്ങോട്ടൊക്കെ നടന്ന് പോയി. ഇത് പിന്നെ അവൻ കൊല്ലത്തിനെ കുറിച്ചിട്ട് പറയാണ്, കൊല്ലം ബീച്ച് കൊല്ലത്തെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. അറിയുള്ളൂ അവനിക്ക് എന്താ പറയുന്നത് എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ ഉപ്പിലിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കിയതാണ്. അങ്ങോട്ട് പോയപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഉപ്പിലിട്ടതൊന്നുമില്ല. കുറേ ഈ പൊരിക്കടികൾ മാത്രം, ഇങ്ങനെ ഈ സ്നാക്സ് ടൈപ്പ് ടീ സ്പോട്ടായിരുന്നു അത് ശരിക്കും. അങ്ങോട്ടൊക്കെ നമ്മൾ നോക്കി, അവിടെ ഒന്നും കാണുന്നില്ല. ഞാൻ റസ്ലിനോടും പറഞ്ഞു കോഴിക്കോടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഉപ്പിലിട്ടത് കഴിക്കായിരുന്നു. നമ്മളെല്ലായിടത്തും പോയി ചോദിച്ചു ഇതെന്താ ചേട്ടാ സാധനം, ഇതിലെത്രയാണെന്നൊക്കെ ചോദിച്ചു. മിന്നലെ കേൾക്കുന്നു, ആർക്കറിയാം എന്താ ഉദ്ദേശിക്കുന്നത്. ഇരുട്ടാവുന്നതിനനുസരിച്ചിട്ട് മീൻസ് ആകാശത്തും തിരയും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇതാണ് ഇവിടുത്തെ സ്നാക്സ് കേട്ടോ. എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പഴംപൊരി, ബജ്ജി. നമുക്കതൊന്നും കഴിക്കാനുള്ള മൂടുണ്ടായില്ല. സ്പൈസി ആയിട്ടുള്ള, നമുക്ക് ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ അപ്പുറത്തുള്ള ചേട്ടനോട് നാരങ്ങ വെള്ളം പറഞ്ഞു. അജയിൻ്റെ പകരം നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റി. അങ്ങനെ ഇരുട്ടായി, വൈകുന്നേരം കുറച്ച് രാത്രിയായിട്ട് വന്ന അവസാനം നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി. പിന്നെയും പാട്ടൊക്കെ ഇട്ട് നമ്മൾ ഓണാവാൻ തുടങ്ങി. നമ്മൾ അതേ കുട്ടികൾ, പക്ഷെ കുട്ടികളുടെ എണ്ണം കൂടി. എല്ലാവരും കുറച്ചും കൂടി പവേർഡായി. എന്നാൽ എല്ലാവർക്കും കുറച്ച് എന്താ പറയുക എനർജി വന്ന പോലെ. പോകുന്ന സമയത്തെ പോലെയല്ലായിരുന്നു, എല്ലാവരും സീറ്റിലായിരുന്നു. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവരും ഇറങ്ങി ഡാൻസൊക്കെ കളിച്ച് നല്ല വൈബാക്കി. ജൂനിയേഴ്സ് ആകട്ടെ എല്ലാവരും അടിപൊളിയായിരുന്നു. പാട്ടിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാവരും ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. പോകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ എല്ലാവരും എൻജോയ് ചെയ്തത്. പിന്നെ എല്ലാവരും ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും അത്യാവശ്യം നല്ല പ്രൈസസൊക്കെ കിട്ടി. ഒരു 50% സ്റ്റുഡൻസിന് നല്ല റിസൾട്ടായിരുന്നു. ഇനിയും ഇങ്ങനെ കോൺഫറൻസസ് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അത്ര അടിപൊളിയായിരുന്നു. കുറച്ച് സീൻസാണ്. പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കി ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര ഉറക്കം വന്ന് ഉറങ്ങിപ്പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി, ഒരു നല്ല അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റിൽ നിർത്തി. കുറച്ച് പ്രീമിയം റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മളകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് നല്ല എന്താ പറയുക
സർവീസും കാര്യങ്ങളും. പിന്നെ മെനുക്കെ നോക്കിയപ്പോൾ 10 റേറ്റാണ്. പക്ഷെ ഓക്കെ, നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ എന്തായാലും കഴിച്ചല്ലേ പറ്റും. അങ്ങനെ കുറച്ച് വെള്ളം പറ്റി. പിന്നെ നമ്മുടെ ഹോൾ ബാച്ച് ഉണ്ടായിരുന്നു 2020. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഓക്യുപ്പൈ ചെയ്തത്. ഗായത്രി ഉണ്ടായിരുന്നു. ഗായത്രിനൊന്നും ഇങ്ങനെ ഒരു പോയിന്റിൽ കിട്ടാറ് പോലും ഇല്ല. ഇവരൊക്കെ കൂടെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാകും. ഗായത്രിൻ്റെ ഒന്നും കൂടെ പോകാനേ കഴിയാറില്ല. ഇപ്പോൾ എല്ലാവരും ഉണ്ടായപ്പോൾ എന്തോ വേറൊരു വൈബായിരുന്നു. ഇനിയുണ്ട് കുറേ പേര്. ബട്ട് നൈസായിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളെല്ലാവരും ബട്ടർ നാൻ ഓർഡർ ചെയ്തു. ചിക്കൻ കറിയാണ്, ക്രീമുള്ള ചിക്കൻ കറി ഓർഡർ ചെയ്തു. എല്ലാവരും കഴിച്ച് കഴിഞ്ഞു. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ക്യാമറ ഇട്ട് അവിടെ എന്തൊക്കെയുള്ളത് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോയി. അവിടെ പ്ലേയിങ് ഏരിയ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അവിടെ എല്ലാവരും പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. അതൊക്കെ തന്നെ ഉള്ളൂ. ചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ ചാർജെടുത്ത് പോയതായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചു വീണ്ടും കോളേജിലേക്ക്. ഇനിയും ഇങ്ങനത്തെ